ചെങ്കടൽ വീണ്ടും യുദ്ധസമാന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ കടൽപാത വീണ്ടും ആശങ്കയിൽ. യമനിലെ ഹൂതി വിമതർ ബാബ് അൽ മന്ദബ് കടലിടുക്കിലൂടെ സൗദി കപ്പലുകൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചതോടെയാണ് ആഗോള വ്യാപാര മേഖലയാകെ ആശങ്കയിലായത്. ഈ പ്രതിസന്ധി ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ധനവില ഉയരുമോ? ഹൂതി വിമതർ കൂടി രംഗത്തെത്തുന്നതോടെ എന്താകും ആഗോള വിപണി? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യയ്ക്ക് എതിരെ ഔദ്യോഗികമായി നാവിക ഉപരോധം പ്രഖ്യാപിച്ചതോടെ ആഗോള രാഷ്ട്രീയം ആകെ ആശങ്കയിലാണ്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും സൗദി ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ഒരു പ്രതിസന്ധിക്ക് വഴി തുറന്നിരിക്കുന്നത്. നിലവിൽ ചെങ്കടലിലേക്കുള്ള പ്രധാന കവാടമായ ബാബ് അൽ മന്ദബ് കടലിടുക്ക് ലക്ഷ്യം വെക്കാനും അടച്ചിടാനും ഹൂതികളുടെ ഭീഷണിയുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹൂതികളാണ് ഈ മേഖല നിയന്ത്രിക്കുന്നത്. ഏഷ്യയും യൂറോപ്പിനെയും ഏറ്റവും വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രപാതയാണ് ചെങ്കടൽ. ഇതിന്റെ തെക്കേ അറ്റത്താണ് ബാബ് അൽ മന്ദബ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ഭാഗത്ത് സുവേസ് കനാൽ. ഈ പാതയിലൂടെ ലോക സമുദ്ര വ്യാപാരത്തിന്റെ ഏകദേശം 12% കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് സുരക്ഷാ പ്രതിസന്ധിയും ആഗോള വ്യാപാരത്തെ നേരിട്ട് ബാധിക്കും. ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ യൂറോപ്പുമായുള്ള വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും ഈ കടൽപാതയിലൂടെയാണ് നടക്കുന്നത്. ഇന്ത്യ ഊർജത്തിനായി പ്രധാനമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ചെങ്കടലിലൂടെയുള്ള കടൽ പാതകളെയുമാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ച് എണ്ണയുടെ 80% മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എണ്ണയുടെയും പാചകവാതകത്തിന്റെയും വിലവർദ്ധനവിനും സാധ്യതയുണ്ട്. സുരക്ഷാ ഭീഷണികൾ ഉയർന്നതോടെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കപ്പലുകൾ തിരിച്ചുവിടുകയാണ്. ഈ പാത മറ്റു രാജ്യങ്ങളും സ്വീകരിക്കേണ്ടി വരും. ഈ മാർഗം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഒരു പ്രതിസന്ധിയുമുണ്ട്. അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള പാത വഴിയാണ് ചരക്ക് നീക്കമെങ്കിൽ 10 മുതൽ 14 ദിവസം വരെ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. ചരക്ക് കൂലിയും ഇൻഷുറൻസ് ചെലവുകളും 30 മുതൽ 50% വരെ വർദ്ധിക്കും. ഇറക്കുമതിയിൽ താമസമുണ്ടാകാനുള്ള സാധ്യതയും ചരക്ക് വഴിതിരിച്ചു വിടുന്നതിന്റെ ചെലവ് വർധനയും എണ്ണ വിപണിയെ സാരമായി ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും ഉപരോധം ബാധിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കെമിക്കലുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയവയുടെ കയറ്റുമതിയും വൈകും. അതോടൊപ്പം ചരക്ക് നീക്കത്തിനുള്ള ചെലവ് വർധന വിദേശ വിപണികളിലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും ഡിമാൻഡ് കുറയാനും കാരണമാകും. കപ്പലുകൾ വൈകിയെത്തിയാൽ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയെ ബാധിക്കും. ഇന്ധന പ്രതിസന്ധി. ഇന്ധനവില കൂടുമോ എന്നതാണ് എല്ലാ രാജ്യങ്ങളും ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. ചെങ്കടൽ പ്രതിസന്ധി നേരിട്ട് പെട്രോൾ വില ഉയർത്തണമെന്നില്ല. എന്നാൽ പ്രതിസന്ധി നീണ്ടു നിൽക്കുകയും പശ്ചിമേഷ്യയിൽ എണ്ണ വിതരണം തടസ്സപ്പെടുകയോ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുകയോ ചെയ്താൽ ഇന്ത്യക്കും സമ്മർദ്ദം വർദ്ധിക്കും. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നാൽ എണ്ണ കമ്പനികളുടെ ചെലവ് കൂടും. എന്നാൽ ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര ക്രൂഡ് വില മാത്രമല്ല. രൂപയുടെ മൂല്യം, നികുതികൾ, റിഫൈനിംഗ് ചെലവ്, സർക്കാർ നയങ്ങൾ എന്നിവയും നിർണായക ഘടകങ്ങളാണ്. സൗദി അറേബ്യയ്ക്ക് തിരിച്ചടി. ഉപരോധം നടപ്പിലായാൽ ആഗോള ഊർജ്ജ വിതരണത്തെയും കപ്പൽ ഇൻഷുറൻസ് ചെലവുകളെയും ഇത് സാരമായി തന്നെ ബാധിക്കും. US-ഇറാൻ യുദ്ധം മൂലം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. ഇതിനെ മറികടക്കാനും ഏഷ്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി സുഗമമാക്കാനും ചെങ്കടലിലൂടെയുള്ള കപ്പൽ പാതകളെയാണ് സൗദി അറേബ്യ ആശ്രയിക്കുന്നത്. ബാബ് അൽ മന്ദബ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചാൽ ആഗോള എണ്ണ വിതരണം 7% കുറയും. ഇത് നിലവിലെ സ്ഥിതിയിൽ നിന്ന് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. 10 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് സൗദി അറേബ്യ മാത്രം പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത്. സൗദിയുടെ വ്യാപാരത്തെയാണ് ഉപരോധം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുക. ബാബ് അൽ മന്ദബിലെ ഉപരോധത്തെ അപലപിച്ച് സൗദി സഖ്യകക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും കടൽ കൊള്ളയുമാണെന്ന് യമൻ അടക്കമുള്ള സഖ്യകക്ഷികൾ പ്രതികരിച്ചു. കടലിടുക്കിലൂടെ സൗദി കപ്പലുകൾക്ക് കടന്നുപോകാനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഉപരോധം നിലവിലുള്ള സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കാരണമാകുമെന്നാണ് UN മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംഘർഷങ്ങളുടെ തുടക്കം. 2014 യമന്റെ തലസ്ഥാനമായ സന ഹൂതികൾ പിടിച്ചെടുത്തതോടെയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നതിനായി 2015 സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഈ പോരാട്ടത്തിൽ ഇടപെട്ടു. 2026 ജൂലൈ 13 സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറാനിയൻ വിമാനം ഇറങ്ങുന്നത് തടയാൻ സൗദി സഖ്യം ആക്രമണം നടത്തി. ഇതിന് പ്രതികാരമായ ഹൂതികൾ സൗദി അറേബ്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്
നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഹൂതികൾ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാബ് അൽ മന്ദേബ് കടലിടുക്ക് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നീക്കങ്ങൾക്കൊപ്പം ബാബ് അൽ മന്ദബ് കടലിടുക്കിലെ ഹൂതികളുടെ ഇടപെടലുകൾ കൂടി ചേരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഇനി എന്താണ് ആഗോള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നും.